നമ്മുടെ വിധം തികച്ചും എന്താണ്? ആദർശപരമാണ്. വളരെ നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു കാലത്ത് ഇടാനോ എടുക്കാനോ ഉള്ളതല്ല. ഒന്ന് ഒരുപാട് ആ കൂട്ടത്തിൽ അവരുടെ ഫോട്ടോ ചുക്കത്തിൽ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായ ഖാദർ മൊയ്തീൻ സാഹിബിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് CPM എന്ത് ചെയ്തത്? വോട്ട് തേടിയത്. എവിടെ? തമിഴ്നാട്ടിൽ. നമുക്കൊക്കെ അറിയാലോ. അതൊക്കെ അതിന് കുറ്റമല്ല, തന്നെയാണ് വേണ്ടത്. അൽഹംദുലില്ലാഹ്, അതിന്റെ ഒരു വിരോധമല്ല, കുറ്റം പറയല്ല. രാഷ്ട്രീയം അങ്ങനെയാണ്. പിന്നെ കമ്മ്യൂണിസം എന്നൊരു സാധനം ഇപ്പൊ ലോകത്തില്ല. ഇല്ല. ONV ചോദിച്ചു പത്രക്കാർ, നിങ്ങൾ എന്തെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ONV പറഞ്ഞു, ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്നങ്ങൾ കരഞ്ഞ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1990 തകർന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി. നേരെ മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല, കരഞ്ഞുപോയി. ഇന്ന് മൊത്തം ലോകത്തുള്ളത് ക്യാപിറ്റലിസം ആണ്, കമ്മ്യൂണിസം അല്ല. എല്ലാം എന്താണ്? 12 കോടീശ്വരന്മാരാണ് ഒരു കൊല്ലത്തിൽ അമേരിക്കയിൽ ഉണ്ടാകുന്നതെങ്കിൽ 24 കോടീശ്വരന്മാരാണ് ഒരു കൊല്ലത്തിൽ ചൈനയിൽ ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാം മുതലാളിത്ത. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവിടെ ഒന്നല്ല നമ്മളെ പ്രശ്നം. നമ്മുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനവും മർമ്മവും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ചെയ്തിട്ടുള്ള മഹത്തായ സേവനത്തിന്റെ ഭാഗമാണ് അക്കാലം മുതൽ ഇക്കാലം വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. അതിൽ യാതൊരു സംശയവുമില്ല. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മർമ്മപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ഇനി നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആകണം, ഇല്ലെങ്കിൽ ദീൻ തകർന്നു. ഇന്റലിജന്റ് ആകണം, ദീൻ തകരും. കേരളത്തിൽ ദീൻ തകർന്നാൽ ജനങ്ങളെ ദീനെ ജയിപ്പിക്കാൻ ഒരു സാധനം ലോകത്തുണ്ടാവില്ല. ഇല്ല, ലോകത്തില്ല. ഒരു പകരം കേരളം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ച്? കേരളം എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഒരു വജ്ഹാണ്. അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്. ഈ തൗഫീഖിന് എന്താണ് കാരണം? എന്ത് ചെയ്യാൻ കുറെ കാലം ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, അറബ് സബ് കോണ്ടിനെന്റിന്റെ പുറത്ത് നിന്ന് ഹബീബായ നബിയെ അങ്ങോട്ട് പോയി സ്വീകരിച്ച ഒരു മഹാൻ ഉണ്ടെങ്കിൽ അത് പ്രധാനമായും കേരളീയനാ. ആര്? ചക്രവർത്തി പെരുമാൾ റളിയല്ലാഹു അൻഹു. ചക്രവർത്തി പെരുമാളുടെ ബർക്കത്ത് എന്റെ കുട്ടികൾ അവസാനം വരെ എങ്ങനെ നിൽക്കണം? ആ ഒരു ബർക്കത്ത് തന്നെയാണ്. ചക്രവർത്തി പെരുമാളിനെ പോലത്തെ ഒരാളില്ല. അപ്പൊ ചക്രവർത്തി പെരുമാളുടെ കറാമത്ത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇനി എന്തെങ്കിലും ക്ഷരം പറ്റിയാൽ നമ്മൾ കാരണമാണ്. നമ്മൾ എന്ത് ചെയ്തു? വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി. 1960കളിൽ നമ്മൾ ഉന്നത പാഠശാല ഉണ്ടാക്കി. എന്തുകൊണ്ട്? കാരണം പറഞ്ഞത്, ഇവിടുന്ന് വെല്ലൂർ ബാക്കയാത്തിൽ പോയ ചില വിദ്യാർത്ഥികൾക്ക് സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ പട്ടിക്കാട് ഉണ്ടാക്കിന. അതല്ല യഥാർത്ഥ കാരണം. യഥാർത്ഥ കാരണം വഹാബിയത്ത് നോർത്ത് ഇന്ത്യ വിഴുങ്ങിയിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് കയറി വന്നിട്ട് അതിൻ്റെ പ്രധാന സ്റ്റേഷനാണ് എന്ത്? വെല്ലൂര്. നമ്മളിവിടെ പണി എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഉലമാക്കൾ പെട്ടെന്ന് അതപ്പതിക്കും. അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിനെ പുറത്താക്കി. പിന്നെ കേരളീയരെ പഠിച്ചവരെ തമിഴ്നാട്ടിൽ പോയുള്ളൂ സുന്നത്ത്. ആ സുന്നത്ത് ജമാഅത്തിന് കേരളത്തിന് പുറത്തു പോയിട്ട് എന്തെങ്കിലും അപഭ്രംശം വന്നാൽ തന്നെ തസ്ഹീഹ് ചെയ്യാൻ ഇവിടെ കൃത്യമായി എന്തുണ്ട്? കേരളത്തിൽ ആരുണ്ട്? വലിയ ആലിമീൻ, കുബാര്യങ്ങളായ ആലിമീങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ എവിടെയും നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 1964-60കളിൽ ബഹുമാനപ്പെട്ട പട്ടിക്കാട് ജാമിഅ നൂരിയ ഉണ്ടാക്കിയത് റബ്ബിന്റെ തൗഫീഖാണ്. എന്തിനെ സംരക്ഷിക്കാൻ? വഹാബിയത്തിനെത്തുന്ന ദീനെ സംരക്ഷിക്കാൻ. ആദ്യ കാലഘട്ടത്തിലെ സൂക്ഷ്മശാലികളായ ആലിമീങ്ങൾ ഉണ്ടായി, കണ്യത്തിന് ശിഷ്യന്മാര്. ബഹുമാനപ്പെട്ട എന്താ പറയാ, തായക്കോട് കുഞ്ഞൽ മുസ്ലിയാർ എന്ന സുന്നത്ത് ജമാഅത്തിന്റെ നെടുനീളൻ നേതാവിന്റെ ബഹുമാന ഷെയ്ഖുന ശംസുൽ ഉലമയുടെ മഹാനായ ഷെയ്ഖുന കോട്ടുമ അബൂബക്കർ മുസ്ലിയാരുടെ നവറല്ലാഹു മറാഖിദഹും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെമ്മങ്കടവിൽ ഷെയ്ഖുന കൗട്ടുമൽ ഉസ്താദ് ദർസ് നടത്തുന്ന കാലത്ത് ചെമ്മങ്കടവിലേക്ക് വന്നു. ആര്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ദർസ് നടത്തി ഇവിടെ ഇരുന്നോളൂ, പൂക്കോയത്തങ്ങളെ ജമാഅത്തിന് ഉണ്ടോന്ന് പറഞ്ഞു. എന്തേ ഉണ്ടായെന്ന് വെച്ചു. അവിടെ ബാപ്പുവാജി ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട് ജമാഅത്തേർക്ക്. അതിന് ഒരു ദീനീ സ്ഥാപനത്തിന് തറക്കല്ലിടണം, അറബി കോളേജിന് തറക്കല്ലിടണം എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ദർസ് നടത്തിയിരുന്നാൽ ദീനാണ് പോകുന്നുണ്ടാവും. അപ്പോൾ കിട്ടിയ കുപ്പായിട്ട് വന്നു. ആര്?
കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നേരെ വന്നിട്ട് പാണക്കാട്ട് വന്നപ്പോഴത്തേന് തങ്ങളെ കാറ് പോയി, അവിടെ ഇരുന്നു. അസറായി തങ്ങൾ തിരിച്ചു വന്നപ്പോൾ രണ്ടാളും കൊലയുമുണ്ട്. ആര്? പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും കോട്ടുമല അബൂബക്കർ മുസ്ലിയാരും ഉണ്ട്. ആ സമയത്ത് എന്ത് പറഞ്ഞു? ഈ കയ്യിന് പിടിച്ച് മുത്തി രണ്ടാളും എന്നിട്ട് പറഞ്ഞു, ഈ കയ്യിന് ഒരു ബർക്കത്തുമില്ല എന്ന് പറയുന്നവരെ കെട്ടിടത്തിന് തറക്കല്ലിടാനാണ് ഇപ്പൊ ഇവിടുന്ന് പോയി വരുന്നത്. അപ്പോൾ ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കല്ലിന്റെ ബർക്കത്ത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് ബാപ്പു ഹാജിയും ജമാഅത്ത് നേതൃത്വം തെറ്റി. ആ ആധാരക്കെട്ട് നേരെ പാണക്കാട് എത്തിച്ചു കൊടുത്തു. ബാപ്പക്കത്തങ്ങളും ഷെയ്ഖുനയും ഷംസുലൈം റഹ്മത്തുള്ളാഹിയും ഒന്നിച്ചു കൂടി. പിന്നെ കേരളീയ വിദ്യാഭ്യാസ വിപ്ലവ സുന്നികൾക്കുണ്ടായത് എന്തിലൂടെ? പട്ടിക്കാട് യാമയിൽ അവരാണ് ഇവിടുത്തെ താർക്കികന്മാര്. ഇവരെ സുന്നത്തമയത്തിനെതിരായ വാക്ക് പറഞ്ഞാൽ ഉടനെ ചാടിയിരുന്നത് ആരാണ്? സുന്നത്തമയത്തിലുള്ളവർക്കല്ലേ ചാടാൻ കഴിയുള്ളൂ. ഇല്ലാത്തവരെ എങ്ങനെയാടും? കോളേജ് പഠിച്ചത് കാര്യമില്ലല്ലോ, അത് തലയിലേറണ്ടേ? ആര് ശിഷ്യന്മാരാ? ഈ മഹാന്മാരെ ശിഷ്യന്മാരാണത്. ആ പൈസകൾ ഏകദേശം തീർന്നു തുടങ്ങാണ്, അല്ലെങ്കിൽ തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ റെനിസൻസ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിയോ ട്രഡീഷണൽ മൂവ്മെന്റ് എന്ന് പറയും. പുതിയ പാരമ്പര്യവാദം. ഈ നിയോ ട്രഡീഷണൽ മൂവ്മെന്റ് 900 കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വന്നു. എന്താ നിയോ ട്രഡീഷണൽ മൂവ്മെന്റ്? പാരമ്പര്യവാദം, പുതിയ പാരമ്പര്യവാദം. പുതിയ പാരമ്പര്യവാദം എന്ന് പറഞ്ഞാൽ വഹാബിയെയും കുറച്ച് അംഗീകരിക്കാം. ഇബ്നു തൈമിയ്യ ഏതാനും വലിയ ആളാണ്, മനസ്സിലായോ? പറഞ്ഞു ഇതാണ് നിയോ ട്രഡീഷണൽ മൂവ്മെന്റ് എന്ന് പറയും. ഇത് ലോകരാജ്യങ്ങളിൽ 900 കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്, 900 തുടക്കത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നാട്ടിലെയും തകർന്നുപോയി. ഞാൻ ഉദാഹരണം പറയാം. ഇമാം ഖസ്തല്ലാനി പഠിപ്പിച്ച മുദരിസായ സ്ഥാപനമാണ് അസ്ഹർ. ഹാഫിൾ ഇബ്നു ഹജർ അസ്കലാനി മുദരിസായ സ്ഥാപനമാണ് അസ്ഹർ. ഹാഫിൾ ജലാലുദ്ദീൻ സുയൂത്തി മുദരിസായ സ്ഥാപനമാണ് അസ്ഹർ. ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി, താജുദ്ദീൻ സുബ്കി, ഇബ്നു ഹജർ അൽ ഹൈതമി, മഖ്ദൂം അൽ മഅബരി, മഖ്ദൂം സാനി, ഇവരൊക്കെ പഠിച്ച സ്ഥാപനമാണ് ഏത്? അസ്ഹർ. ഇപ്പോൾ അസ്ഹറോ വഹാബി സ്ഥാപനമാണ്, തികച്ചും വഹാബി സ്ഥാപനമാണ്. തികച്ചും എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു വഹാബി സ്ഥാപനമാണ്. എല്ലാ ഷെയ്ഖുൽ അസ്ഹറുകളും 20ാം നൂറ്റാണ്ടിൽ വന്ന 21ാം നൂറ്റാണ്ടിൽ വന്ന 99% വഹാബികളാണ്. ഏത് വഹാബി? ഷാഫിഈ വഹാബി, ഹനഫി വഹാബി, ഹംബലി വഹാബി, മാലിക്കി വഹാബി. പറഞ്ഞത് പിന്നെ നേരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. അടുത്ത കാലഘട്ടത്തിൽ വന്നവരെല്ലാം അൽമനാർ റഷീദുള്ള എഴുതിയത് ഞാൻ വായിക്കാം. കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് ഇത് പുനഃപ്രസിദ്ധീകരിക്കുന്നത്. Wahhabis had become a large group in Egypt with adherents among the religious scholars at institutions such as Al-Azhar University. അതാരാ എഴുതുന്നത്? റഷീദുള്ള മുജദ്ദിദ്, വഹാബിയത്തിന്റെ മുജദ്ദിദ് 20ാം നൂറ്റാണ്ടിലെ. ഇത് ഉദ്ധരിക്കുന്ന നമ്മളാരുമല്ല, കൊളംബിയ യൂണിവേഴ്സിറ്റി ഉദ്ധരിക്കുന്നതാണ് ഞാൻ കൊണ്ടുവരുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ദി മേക്കിംഗ് സലഫിസം ഇസ്ലാമിക് റിഫോം ഇൻ ദ 20th സെഞ്ചുറി എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതായത് ഇതേ വിഷയം ഇങ്ങനെ തന്നെ ഓക്സ്ഫോർഡും ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അവരുടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ദ മേക്കിംഗ് ഓഫ് സലഫിസം ഇസ്ലാമിക് റിഫോം ഇൻ ദ 20th സെഞ്ചുറി എന്ന പുസ്തകത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. എന്താണ് പറയുന്നത്? 927 റഷീദുള്ള എഴുതി. എന്താ എഴുതിയത്? അയാൾ മരിക്കണത് 35. 27 അയാൾ എഴുതി, Wahhabis had become a large group in Egypt. ഈജിപ്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ഗ്രൂപ്പാണ് എന്ത്? വഹാബികള്. With adherents among the religious scholars at institutions such as Al-Azhar University. Al-Azhar University പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ ധാരാളം
നമ്മുടെ പിന്താങ്ങുന്ന വഹാബികൾ ഇപ്പോൾ ഉണ്ട് എന്നത് എഴുതുന്നത് 927. പിന്നെ അയാൾ എഴുതുന്നത് some of the Wahhabis more uncompromising attitudes to religious reform. മതനവീകരണവാദ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകാത്തതാണ് നമ്മുടെ പുതിയ വഹാബികൾ. പഴയ വഹാബികളൊക്കെ ആണെങ്കിൽ മദ്ഹബുകാരോടും ത്വരീഖത്തുകാരോടും ഒക്കെ ചെറുതായി ഒന്ന് മിങ്കിളായി ഒപ്പിച്ച് പോകും. ഇപ്പോൾ നമ്മൾ അസ്ഹറിലൊക്കെ കയറ്റിക്കൂട്ടിയ വഹാബികൾ ഒരൊറ്റ കുട്ടിയെ അസ്ഹറിലേക്ക് പറഞ്ഞേക്കരുത്, ഒക്കെ വഹാബിയായി തിരിച്ചു വരും. അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ക്യൂ നിൽക്കുക അഫിലിയേഷന് വേണ്ടി മൗലവിമാര്. ആദ്യം അസ്ഹറിൽ പോണതിന് മുമ്പ് അസ്ഹറിനെ പറ്റി ഒന്ന് പഠിച്ചു പോയിക്കൂടെ? അസ്ഹർ തികച്ചും ഇന്ന് വഹാബി സ്ഥാപനമാണ്. ആരാ ഫണ്ട് ചെയ്യണേ? മുഹമ്മദ് ബിൻ സൽമാൻ. ആരാ CC? വഹാബി സുന്നി. 927 എഴുതാണ് എഴുതുന്നത് സം ഓഫ് ദ വഹാബീസ് മോർ അൺകോംപ്രമൈസിംഗ് ആറ്റിറ്റ്യൂഡ്സ് ടു റിലീജിയസ് റിഫോം. അതായത് മതനവീകരണവാദത്തിൽ സൂഫികളുടെ സുന്നികളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും നമ്മുടെ പുതിയ വഹാബികൾ അൺകോംപ്രമൈസിംഗ്, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനത്തെ ധാരാളം ആളുകൾ ഇപ്പോൾ എവിടെയുണ്ട്? അസ്ഹറിൽ. അസ്ഹറിലെ മരണം വരെയുള്ള ഷെയ്ഖുൽ അസ്ഹറാണ് ആര്? റഷീദുൽ. വഹാബിയത്തിന്റെ ഏറ്റവും വലിയ തഫ്സീർ അയാളുടെ തന്നെ. വഹാബി സ്ഥാപനമാണ് ഏത്? അസ്ഹർ. നിങ്ങൾക്ക് വഹാബി ആക്കണോ പറഞ്ഞാൽ തികച്ചും വഹാബി സ്ഥാപനമാണ്. 927 മുതൽ അതിന്റെ മുമ്പ് ഇഷ്ടം പോലെ ഗ്രാൻഡ് മുഫ്തിയാണ് മരിക്കുമ്പോ ഈജിപ്തിന്റെ ആര്? റഷീദുൽ. ഒരു ഗ്രാൻഡ് മുഫ്തിയാണ്. അവിടുത്തെ മതകാര്യങ്ങളെ നിയന്ത്രിക്കാൻ പൂർണ്ണമായ പേരിലുള്ള കാറിന്റെ സൈഡിൽ വെക്കണ ഗ്രാൻഡ് മുഫ്തിന്റെ പേരുണ്ടായിട്ടല്ലത്. ആ രാജ്യത്തെ മതകാര്യ കാര്യങ്ങളെ മുഴുവനും നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ടാവുന്ന ഗ്രാൻഡ് മുഫ്തി. മതകാര്യത്തിൽ പ്രസിഡന്റ് പോലും ഇടപെടൂല. അത്രയും വലിയ സ്ഥാനത്തായിരുന്നു ആര്? റഷീദുൽ. അയാൾസ്ഥാനാര മുഹമ്മദ് അബ്ദു. അയാൾസ്ഥാനാര ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന കബീഹുദ്ദീൻ അഫ്ഗാനി. മരണം വരെ അവരാണ് അസ്ഹർ ഷരീഫിന്റെ ഗ്രാൻഡ് മുഫ്തി. അന്ന് പിന്നെ ഇന്നത്തെ കാര്യം, ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന അസ്ഹറിന്റെ ഗ്രാൻഡ് മുഫ്തികളെ മൊത്തം ഒന്ന് വായിക്കാം, ഏടിൽ വായിക്കാം. ഗ്രാൻഡ് മുഫ്തി പട്ടം തുടങ്ങുന്ന കാലഘട്ടമാണ് ഏത്? 900 മുതലാണ് ഗ്രാൻഡ് ഇമാം ഷെയ്ഖുൽ അസ്ഹർ. പ്രധാനപ്പെട്ട 20-ാം നൂറ്റാണ്ട് മുതൽ പറയാം. 1903 മുതൽ 1905 വരെ ഗ്രാൻഡ് ഇമാമാണ് ആര്? അലി അൽ ബിബ്ലാവി. അയാൾ ഏതൊഴിവിലാ വരുന്നത് അറിയോ? മുഹമ്മദ് അബ്ദുവിന്റെ. മുഹമ്മദ് അബ്ദു ഒഴിയുന്ന ഇതിലേക്കാണ് ആര് വരുന്നത്? ഈ ബിബ്ലാവി വരുന്നത്. മുഹമ്മദ് അബ്ദു ആണ് അതുവരെ ഷെയ്ഖുൽ അസ്ഹർ. ഒരു സ്ഥാപനത്തിന്റെ നിലപാട് ആറ്റിറ്റ്യൂഡിനനുസരിച്ചല്ലാതെ മദ്രസയിലെ 1-ാം ക്ലാസ് വാല്യമൊക്കെ ഉണ്ടാകാം. ഏതെടുത്ത് പിരിച്ചുടായോ? സദറോ, മുഹ്തമിമോ, പ്രിൻസിപ്പാളോ, ചാൻസലറോ, വൈസ് ചാൻസലറോ. 903 മുതൽ 5 വരെ തനിക്ക് രോഗം വന്ന് 905-ലാണ് അബ്ദു മരിക്കണത്. രോഗം വന്ന് മൂല കിടക്കുന്നവരെ അയാൾ തന്നെയാണ് ഷെയ്ഖുൽ അസ്ഹർ. പിന്നെ ആ സ്ഥാനത്ത് ബിബ്ലാവി വന്നു. ആരാ ബിബ്ലാവി? ബിബ്ലാവി ആരാണെന്നാൽ ബിബ്ലാവിന്റെ കാലഘട്ടം 1835 മുതൽ 1900. ഇതാണ് ബിബ്ലാവി. ഈ ബിബ്ലാവി ആരാണെന്നാൽ തിൽമീദൻ ഈ മുഹമ്മദ് അബ്ദു. ആരെ തിൽമീദ? മുഹമ്മദ് അബ്ദു മുജദ്ദിദ് വഹാബിയത്തിന്റെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ബിബ്ലാവി ഷെയ്ഖുൽ അസ്ഹർ ആയപ്പോൾ എന്താണോ പറഞ്ഞത് അതായിരുന്നു. സിലബസ് ആയാലും അധ്യാപകന്മാരായാലും ഷെയ്ഖ് പറഞ്ഞതാണ് ബിബ്ലാവി നടപ്പിലാക്കിയത്. ആരാ ഷെയ്ഖ്? മുഹമ്മദ് അബ്ദു. അതാണ് ഷെയ്ഖുൽ അസ്ഹർ. ഏതോ ഉസ്താദല്ല. എന്നോ മുതൽ അദ്ദേഹം ഈ ബിബ്ലാവി അവിടുത്തെ പ്രൊഫസറാണ്. 1870 മുതൽ 70-കൾ മുതൽ പ്രൊഫസറാണ്. എവിടെ? അസ്ഹറിൽ. 903-ൽ ഷെയ്ഖുൽ അസ്ഹറായി. ശരി,
അടുത്ത ആള് കേട്ടോളി. അടുത്ത ആള് ഇയാൾ ആരാ? ഈ പറയപ്പെട്ട ആള് മാലിക്കി വഹാബി. മാലിക്കുവാണ്. ചോദിച്ചാൽ എന്തു പറയും? ഓതാതെ ദർസിൽ വെറുതെ ചോറും തിന്ന് കൂടുന്ന ആളുകളെ പറ്റി ഉസ്താദ് പറയും. എൻ്റെ ഉസ്താദ് കാപ്പുൽ ഉസ്താദ് പറയും, എനിക്കൊരു അഡ്രസ്സാണല്ലേ കോടങ്ങാട് ദർസ്. പോലീസ് എങ്ങാനും കയ്യാട്ടാണെങ്കിൽ ചോദിച്ചാൽ ഇത് എന്താ എനിക്ക് പണി വെച്ചാൽ ഞാൻ കോടങ്ങാട് ദർസിൽ, അല്ലാതെ എൻ്റെ അടുത്തൊന്നും ഒരു അക്ഷരം പഠിക്കണില്ല, ചെലവുടി പോയി തിന്നാ പറഞ്ഞ എനിക്കൊരു അഡ്രസ്സാണ്. എന്നതുപോലെ ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാനുള്ള ഒരു അഡ്രസ്സാണ് എന്ത്? ഷാഫിഈ. മാലിക്കി, ഇയാൾ മാലിക്കിയാണ്, വഹാബിയുമാണ്. ഇബ്ലാദി കഴിഞ്ഞപ്പോൾ ഹസൂനത്തുൻ നവാവിയാണ് അടുത്ത 900. അയാള് ഷെയ്ഖുൽ അസ്ഗറാണ്. ഏത് മുതൽ? 1907 മുതൽ 9 വരെ ഷെയ്ഖുൽ അസ്ഗറാണ് ഹസൂനത്തുൻ നവാവി. ഇയാളോ മുഹമ്മദ് അബ്ദിയുടെ സ്വന്തം ആള്, തിൽമീദ് മുഹമ്മദ് അബ്ദിയുടെ. അയാൾ ഷെയ്ഖുൽ അസ്ഗറാണ്, വഹാബിയത്തിന്റെ നേതാവ്. ഞാൻ നീട്ടുന്നില്ല, ഓടാണ്. അയാൾക്ക് ശേഷം ആരാണ്? മുഹമ്മദ് അഹ്മദുൽ ലവാഹിരി. ഇയാളാണ് ഇന്നത്തെ എല്ലാ ഫാക്കൽറ്റിയും അസ്ഹറിൽ കൊണ്ടുവരുന്നത്. എന്ന് മാത്രമല്ല, വഹാബിയത്തിനെ ഇത്ര പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രചരിപ്പിച്ച ഒരാൾ ലവാഹിരിയെ പോലല്ല. ആരുടെ ശിഷ്യൻ? അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ശിഷ്യനാണ് ആര്? മുഹമ്മദ് അഹ്മദുൽ ലവാഹിരി. പേര് നന്നായിട്ടോ കുടുംബം നന്നായിട്ടോ കാര്യമല്ല. കുടുംബം നന്നായിട്ട് നമ്മൾ കുടുംബം നന്നാവുന്നതോടെ പിന്നാലെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ലത് ജമാഅത്താകലാണ്. കാരണം ഇന്ന് കേരളം കണ്ട സംഘടനാ ഫൗണ്ടർമാരെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഫൗണ്ടർ ഇന്ത്യ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഫൗണ്ടർ ആരാ? അതാരാ? അബുൽ അല മൗദൂദി. അയാൾ ആരാ? അബുൽ അല മൗദൂദി ആരാ? അബുൽ അല മൗദൂദി മൗദൂദി ചിസ്തിയുടെ പേര് കുട്ടി. മൗദൂദി ചിസ്തി ആരാ? അൽ ഹസൻ സഞ്ചരി ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരിയുടെ ശൈഖാണ് ആര്? ഉസ്മാൻ അൽ ഹറൂനി. അവരുടെ ശൈഖാരാ? ഷരീഫ് സിന്ദാനി. അവരുടെ ശൈഖാരാ? മൗദൂദി ചിസ്തി. അവരുടെ പേരക്കുട്ടിയായും ആ പള്ളിപ്പാന്റെ ബറക്കത്തിനും കൂടി അബുല്ലാലാക്ക് പേട്ട നിസ്ബ പേരാണ് എന്ത്? മൗദൂദി. അദ്ദേഹത്തെ പോലെ ഒരാളാരാ? തറവാട് ഭയങ്കരല്ലേ, ഖാലിസായ സയ്യിദ്. ഇയാൾ ആരാ? ഖാജ മുഈനുദ്ദീൻ ചിശ്തിയുടെ ശൈഖാരാ? ഉസ്മാൻ ഹറൂനി. അവരുടെ ശൈഖാരാ? ഷരീഫ് സിന്ദാനി. അവരുടെ ശൈഖാരാ? മൗദൂദ് ചിശ്തി. അവരുടെ ശൈഖാരാ? നാസറുദ്ദീൻ ചിശ്തി. അവരുടെ ശൈഖാരാ? മുഹമ്മദ് ചിശ്തി, അബു മുഹമ്മദ് ചിശ്തി. അവരുടെ ശൈഖാരാ? അബു അഹമ്മദ് ചിശ്തി. അവരുടെ ശൈഖാരാ? അബു ഇസ്ഹാഖ് ഷാമി. അവരാണ് ഫൗണ്ടർ ഓഫ് ദി ചിശ്തിയ. ചിശ്തിയ തരീഖത്ത് ഉണ്ടാക്കിയതാരാ? അബു ഇസ്ഹാഖ് ഷാമി. അവരുടെ ഖലീഫയാണ് ആര്? അബു അഹമ്മദ് ചിശ്തി. അവരുടെ ഖലീഫയാണ് ആര്? അബു മുഹമ്മദ് ചിശ്തി. അവരുടെ ഖലീഫയാണ് നാസറുദ്ദീൻ ചിശ്തി. അവരുടെ ഖലീഫയാണ് മൗദൂദ് ചിശ്തി. അവരുടെ ഖലീഫയാണ് ഷരീഫ് ജിന്ദാനി ചിശ്തി. അവരുടെ ഖലീഫയാണ് ഉസ്മാൻ ഹാറൂനി ചിശ്തി. അവരുടെ ഖലീഫയാണ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി. തറവല്ലി അറവാടാ? തറവാടല്ല പ്രശ്നം, നിലപാടാണ്. ഞാൻ നിങ്ങൾക്ക് ജമാലുദ്ദീൻ അഫ്ഗാനിയെ പറഞ്ഞേറ്റെ. ഖാലിസായ സയ്യിദ ദൂരങ്ങള്, ഖാലിസായ സയ്യിദ, ഖാലിസായ സയ്യിദ്. 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തെ പഴിപ്പിച്ചൊക്കെ സയ്യിദുമാരാണ്. വഴി എന്ത് ചെയ്യും? മാർക്ക് പേശുപോയി എന്ത് ചെയ്യും? എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിന് പരിക്കുണ്ടാക്കിയോ അതെല്ലാം പറഞ്ഞില്ലേ, എല്ലാം അങ്ങനെയായിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഈ പറയുന്ന ലവാഹിരി വലിയ ആളാ, ഉസ്താദ് ആരാ? ഈ പറയുന്ന മഹാന്മാർ വലിയ വലിയ ആളുകൾ. ഈ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു പോലത്തെ ആളുകൾ അയാൾ ചെയ്ത സേവനങ്ങൾക്ക്, ലവാഹിരി ഷെയ്ഖുൽ അസ്ഗറായ കാലത്ത് ചെയ്ത സേവനങ്ങൾക്ക് കാന ലവാഹിരി മിൻ തലാമീദിൽ ഇമാം മുഹമ്മദ് അബ്ദു. മുഹമ്മദ് അബ്ദുയുടെ തിൽമീദന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? ലവാഹിരി. ഇന്നത്തെ അസ്ഹറിലെ എല്ലാ ന്യൂ ജനറേഷന് ആവശ്യമായ ഫാക്കൽറ്റികൾ മുഴുവനും കൊണ്ടുവന്നത് ഈ ലവാഹിരിയാണ്. അവർക്ക് ശേഷമോ മുസ്തഫൽ മറാഖി. ഇയാളാരാ? മുഹമ്മദ് അബ്ദുനഷ്യൻ. ഏതാ കാലം? അയാൾ 2 തവണ അസ്ഹർ ഷരീഫിന്റെ ഗ്രാൻഡ് ആയിട്ടുണ്ട്. 1927 മുതൽ 1929 വരെ, പിന്നെ 1935 മുതൽ 1945 വരെ. മുസ്തഫൽ മറാഖി
ഇത്തസല ബിശൈഖ് മുഹമ്മദ് അബ്ദു. ഷെയ്ഖുൽ അസ്ഹർ സദാസമയം ബന്ധത്തിലാണ് ആരുമായി? മുഹമ്മദ് അബ്ദുവിന്റെ മാർഗവുമായി. വതഅസ്സറ ബിമൻഹജിഹി ഫിത്തൗഹീദ്. തൗഹീദിൽ അതേ മൻഹജ, അതായത് ലോകത്തെ സുന്നികളെല്ലാം കാഫിറാണ് എന്ന വീക്ഷണക്കാരാണ് 20-ാം നൂറ്റാണ്ടിലെ 99% അസ്ഹറിലെ മുഫ്തിമാരും ഷെയ്ഖുൽ അസ്ഹറുമാരും. നിലവിലുള്ള ആളും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യും? പണം തന്നെ. സുന്നി നാടിൽ വഹാബി കയറ്റി ഇവരെന്നെ. ഒരു വഹാബിക്ക് വഹാബിസം പ്രചരിപ്പിക്കാൻ പരിമിതി ഉണ്ടാവും. അതേ സമയത്ത് ഒരു സുന്നി ലേബിളിലുള്ള ഒരാൾക്ക് വഹാബിസത്തെ പ്രചരിപ്പിക്കാൻ ഒരു പരിമിതി ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല അയാളെ കൊണ്ട് നമ്മൾ കുടുങ്ങുക. എതിരെ നമുക്ക് പറയാൻ പറ്റൂല. അത് നീട്ടി ദ്വാരക്കും. വൈലാഹലർത്തി പറയും. ഇടക്കിടക്ക് മങ്കൂസിൽ വന്ന് ഉത്തരക്കും. മജ്ലിസിൽ നൂറിലും ഉണ്ടാവും. പക്ഷെ ഉള്ള ആരായിരിക്കും? വഹാബിയായിരിക്കും. പിന്നെ ആരാ? 945 മുതൽ 47 വരെ മുസ്തഫ അബ്ദുൾ റസാഖ് ഹനഫി വഹാബി. ആരുടെ ശിഷ്യൻ? റഷീദുരിയുടെ. പിന്നെ ആരാ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ റിസാലത്ത് തൗഹീദ് ഫ്രഞ്ചിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇയാളാരാ? ഹനഫി വഹാബി. ജനങ്ങളെ മുന്നാരാ? ഹനഫി. മുഹമ്മദ് അബ്ദുവിന്റെ റിസാലത്ത് തൗഹീദ് ഫ്രഞ്ച് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആ നാട്ടുകാരെയും കൂടി വഹാബിയാക്കിയത് ഇയാളാ, ഈ പറയുന്ന മുസ്തഫ അബ്ദുൾ റസാഖ്. കഴിഞ്ഞില്ല, പിന്നെ കുറെ ഉണ്ട്. ഒക്കെ ഏകദേശം എല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ? മുഹമ്മദ് മൗമൂൻ ഷനാവി. 947 മുതൽ 50 വരെ ഗ്രാൻഡ് ഇമാമ. ആരുടെയാ? മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യനാണ്. റഷീദുരിയുടെ ശിഷ്യനാണ്. പിന്നെ ആരാ? ശരിയാത്ത് പണ്ഡിതന്മാരിൽ ഖാദിമാരിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഈ വഹാബി. പിന്നെ ആരാ? പിന്നെ അടുത്ത ആള് മുഹമ്മദ് സലീം ഷെൽത്തൂത്ത്. അയാള് പ്രധാനപ്പെട്ട റഷീദുൽ ശിഷ്യനാണ്. 58 മുതൽ 63 വരെ ഷെൽത്തൂത്ത്. പിന്നെ ആരാ? ഷെൽത്തൂത്തിന്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. റഷീദുൽ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. പിന്നെ ആരാ? ഹസൻ മൗമൂന്. ഹസൻ മൗമൂൻ ആരാ? ഹസൻ മൗമൂന്റെ കാലത്താണ് അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുയുടെയും റഷീദുരിയുടെയും പുസ്തകങ്ങൾ ഈജിപ്തിലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് സ്വന്തം അടിച്ചു വിതരണം ചെയ്തത്. ആരാ ഭരണാധികാരി? ജമാലത്തുൽ നാസർ. ഒരു മോലിയനോട് ചോദിക്കി, ഒരു 60-70 വയസ്സുള്ള ഒരു ഉസ്താദിനോട് ചോദിക്കി, ജമാലത്തുൽ നാസർ ആരാന്ന് ചോദിച്ചാൽ വേഗം പറയും ആരാണ്? സുന്നിയാണ്. പൊളിറ്റീഷ്യൻ വഞ്ചിക്കപ്പെടുന്ന ആരും അറിയില്ല. അവരെ കഥ അങ്ങനെയാണ്. ഈ ഹസൻ മൗമൂനിന്റെ കാലത്താണ് ജമാൽ അബ്ദുൽ നാസർ മുഹമ്മദ് അബ്ദുർ റഷീദുള്ള പോലത്തെ ഒരു പുസ്തകം സർക്കാർ ചെലവിൽ അടിച്ച് വിതരണം ചെയ്തു. ആരാ? റഷീദുൽ ശിഷ്യൻ ഷെയ്ഖുൽ അസ്ഹർ. അയാൾക്ക് ശേഷം ആരാ? ജാദുൽ ഹക്ക്, അലി ജാദുൽ ഹക്ക്. 995 അദ്ദേഹത്തിന് വഹാബിസം പ്രചരിപ്പിച്ചു എന്ന കാരണത്താൽ കിങ് ഫൈസൽ അവാർഡ് കൊടുത്തു. 982 മുതൽ 96 വരെ 14 കൊല്ലം ഷെയ്ഖുൽ അസ്ഹർ ആണ്. പ്രത്യക്ഷമായി ചില വിഷയങ്ങളിൽ വഹാബികൾക്ക് അദ്ദേഹം എതിര് നിന്നിട്ടുണ്ട്. എന്നാൽ മുഅല്ലമായ അഖീദകളും അവരെ കൂടെയാണ്. പിന്നെ ആരാ? സയ്യിദ് മുഹമ്മദ് തൻതാവി. ഈ ഷെയ്ഖ് മുഹമ്മദ് തൻതാവിയാണ് എന്ത്? ഷെയ്ഖ് മുഹമ്മദ് തൻതാവി മദീന യൂണിവേഴ്സിറ്റി പഠിച്ച. ഏതാ മദീന യൂണിവേഴ്സിറ്റി? മദീന യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ ഫൗണ്ടർ മൗദൂദിയാണ്. പിന്നെ ഒരാളും അയാളെ ഇപ്പോൾ പറഞ്ഞ ഞങ്ങൾ എണീറ്റു പറയാനായിട്ടില്ല, പിന്നെ പറയാം. എന്താണ് മദീന യൂണിവേഴ്സിറ്റി? ലോകത്ത് വഹാബിസം കയറ്റി അയക്കാൻ വേണ്ടി ഫൈസലിന്റെ പണത്താൽ 980 ഉണ്ടാക്കിയതാണ്. ഏത്? 970-കളിലാണ്ടാണത്. 980 പാകിസ്ഥാനിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. ഇയാൾ പൈസ കൊടുത്തിട്ട്. ആര്? ഫൈസൽ. 75 ഫൈസൽ മരിച്ചു, കൊല്ലപ്പെട്ടു. 80 പാകിസ്ഥാനിലെ വഹാബി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത്. അവിടെ പ്രൊഫസറാണ് ആര്? ഷെയ്ഖ് തൻതാവി. വഹാബിസത്തിന്റെ അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. പിൽക്കാലഘട്ടത്തിലെ എല്ലാ ടെററിസ്റ്റുകളും എവിടുന്ന് പഠിച്ചതാ? ഈ പാകിസ്ഥാൻ യൂണിവേഴ്സിറ്റിന്ന്. എന്ന് മാത്രല്ല, 20-ാം നൂറ്റാണ്ട് ടെററിസ്റ്റുകളിൽ 90% അസ്ഹറിന് പഠിച്ച. സെപ്റ്റംബർ 11 പിടിക്കപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ആള് അസ്ഹരിയ. അസ്ഹർ ഷരീഫ് പഠിച്ചതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ, ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലെ ബില്ലാദന്റെ ഉസ്താദുമാർ വരെയുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പിന്നെയും വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.
അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നത്തെ അസ്ഹറിന്റെ ഷെയ്ഖുൽ അസ്ഹർ ആരാ? ഇന്നത്തെ ഷെയ്ഖുൽ അസ്ഹർ ആരാ? ഇന്നത്തെ ഷെയ്ഖുൽ അസ്ഹർ മുഹമ്മദ് അഹമ്മദ് തൊയ്യിബ. അദ്ദേഹം കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നു, ജിദ്ദയിൽ, വഹാബി യൂണിവേഴ്സിറ്റിയിൽ. അന്നത്തെ അയാളുടെ ശിഷ്യനാണ് ആര്? ബിൻ ലാദൻ. വേൾഡ് 20-ാം നൂറ്റാണ്ടിൽ കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റായ ഉസാമ ബിൻ ലാദൻ ഇന്നത്തെ അസ്ഹർ ഷരീഫിന്റെ ഗ്രാൻഡ് ഷെയ്ഖുൽ അസ്ഹറിന്റെ ശിഷ്യനാണ്. എവിടുന്ന് പഠിച്ചു? കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിന്ന്, ജിദ്ദന്ന്. ഒരു കലീമിന്റെ കൊടയുടെ കഥ പറഞ്ഞിരുന്നു പണ്ട് നാട്ടിക ഉസ്താദ്. ഒരു അറബി കഥയാ. കലീം എന്നൊരാളുടെ കടയെന്ന് ഒരാൾ ഒരു കൊട വാങ്ങി. ആദ്യം പിന്നെ എന്ത് ചെയ്യും? ആര് വെച്ചാൽ പറയും അല്ല കൊടയാണല്ലോ, ഇത് കലീമിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാന്ന് പറയും. പിന്നീട് അതിന്റെ എന്തായിന്നറിയാം, അതിന്റെ ശീലം നരച്ചു. അപ്പോൾ മൂപ്പര് വേറെ എവിടുന്നോ അതിന്റെ ശീലം മാറ്റിയിട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോ അതിന്റെ ബില്ല് പൊട്ടി. അങ്ങനെ ഏതോ നാട്ടിൽ നിന്ന് അയാൾ അതിന്റെ ബില്ല് മാറ്റിയിട്ടു. പിന്നെ ഒരിക്കൽ പുടി പൊട്ടി. അപ്പോൾ അയാൾ പുടി വേറെ ഓരോ സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടു. പിന്നെ അയാൾ കാല് പൊട്ടി, ഞെടല് ബാക്കിയുള്ളൂ, അതും എവിടുന്നോ മാറ്റിട്ടു. ഈ കാലയളവിലും പിന്നെയും അത് ചൂടി നടക്കുമ്പോൾ ആളുകൾ ചോദിക്കും, കല്ല കൂടെയാണല്ലോ, ഇത് ഞാൻ 25 കൊല്ലം മുമ്പ് കലീമിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. കലീമിൻ്റെതായി ഒരു സാധനം ഇപ്പോൾ ആ കൊടമ്മൽ ഇല്ല. പറയണ്ട, ഇത് കലീമിന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. ഇതാണ് നിലവിലുള്ള സുന്നി. ഞാൻ അവസാനിപ്പിക്കാണ്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇതൊന്നല്ല, വിഷയം വളരെ ഗൗരവം. അസ്ഹർ ഷരീഫുമായി ബന്ധമില്ലാത്ത ടെററിസ്റ്റുകളെ ഇല്ല എന്നാ പറഞ്ഞാലോ. ഷാഫിഈ സ്ഥാപനം ഫാത്തിമികളിൽ നിന്ന് അത് പിടിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ചത് ആരാ? ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താൻ സ്വലാഹുദ്ദീൻ. AD 1187 92 സ്വലാഹുദ്ദീൻ മരിച്ചു. പിന്നെ അയ്യൂബികൾ സംരക്ഷിച്ചു, പിന്നെ മംലൂക്കികൾ സംരക്ഷിച്ചു, പിന്നെ ഉസ്മാനികൾ സംരക്ഷിച്ചു. ആകെ അത് പൂട്ടിയത് 1798 മുതൽ 1803 വരെ നെപ്പോളിയന്റെ യുദ്ധകാലത്ത്. പിന്നെ മൗലാന മുഹമ്മദ് അലി പുനരാരംഭിച്ചു. ഇതന്നെ കറവീൻ്റെ അവസ്ഥ. കറവീൻ എന്നാൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. മൊറോക്കോയിലെ കറവീൻ്റെ അവസ്ഥ ഇതന്നെയാ. ഇന്നത്തെ കറവീനെ യൂണിവേഴ്സിറ്റി ആക്കിയത് മൊത്തം വഹാബികളാണ്. പിന്നെ ഒരു ആയിരക്കണക്കായ കൊല്ലമായി നിലനിൽക്കുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റി ടുണീഷ്യയിലെ സൈത്തൂനിയ. ടുണീഷ്യയിലെ സൈത്തൂനിയുടെ നേതാക്കന്മാർ മുഴുവൻ വഹാബികളാണ്, അധ്യാപകന്മാർ വഹാബികളാണ്, സിലബസ് വഹാബികളാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ബഹുമാനപ്പെട്ട സമസ്തയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തത്തിന്റെ സമയമാണ് ഇപ്പോൾ. സമസ്ത ഒരു മുബാറക്കായ പ്രസ്ഥാനമാണ്, അതിന് അള്ളാഹു നിലനിർത്തി തരട്ടെ. പക്ഷേ നമ്മൾ വളരെ ചിന്തിക്കണം. ഇനി നമ്മൾ ഉദ്ഘാടനത്തിന് മഹാമഹങ്ങൾക്ക് നടക്കുന്നതിനേക്കാൾ നമ്മൾ ചെയ്യേണ്ടത്, അതൊക്കെ തൽക്കാലം കുറച്ചു കാലം ഉദ്ഘാടന മഹാമഹങ്ങൾക്ക് ഓടുന്ന പണി നേതാക്കന്മാർ നിർത്തിവെച്ചിട്ട് നേതാക്കന്മാർ സമുദായത്തിൻ്റെ പെരുമാറിലിരുന്ന് അധ്വാനിക്കണം. ഒന്ന്, പുറം യൂണിവേഴ്സിറ്റികളിലേക്ക് കുട്ടികളെ അയക്കുന്ന പരിപാടി നിർത്തണം. നമ്മുടെ നാട്ടിലെ കോളേജുകളെ പോലും പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം കേസിൽ ഷാഫിഈയാണെങ്കിലും ഉള്ളിൽ വഹാബിയത്തുള്ള ആളുകൾ നമ്മുടെ സുന്നി സ്ഥാപനങ്ങളിലും ഉണ്ട്, നിലവിൽ ഉണ്ട്. മാറ്റേണ്ടത് നേതാക്കളെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങളെ ചെരുപ്പെടുക്കാൻ മാത്രം യോഗ്യത ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് രാവും പകലും ഇത് പഠിക്കണ പണിയാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്കതറിയാം. നമ്മുടെ സ്ഥാപനങ്ങളിൽ പല ആളുകളും ഈ വഹാബിയത്തുള്ള ആളുകൾ ഇന്ന് നമ്മുടെ കോളേജുകളിലുണ്ട്. ഇവർ എന്നാലോ അസരികളോ അല്ലെങ്കിൽ ട്രഡീഷണൽ സുന്നികളോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നിയോ ട്രഡീഷണൽ സുന്നിസം. അവര് മൗലൂദിൽ കൂടും, മൗലൂദിൽ പുതിയ കൊലത്തിലാക്കും, അങ്ങനെയൊക്കെ കൂടും. നമ്മൾ സിയാറത്തിനാണ്, അതിലൊരു വിരോധമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇബ്നു തൈമിയ്യ മഹാനാണെന്ന് അവർ പറയും. നമ്മുടെ ഉസ്താദ് ആരാ? മഖ്ദൂം. അവരെ ഉസ്താദ് ആരാ? ഇബ്നു ഹജർ. അവരെന്താ പറഞ്ഞത്? റജുലുൻ അളല്ലഹു അല്ലാഹു വഖദല. അവിടുന്ന് രാട്ടി മാറിയ തകരും, മാറി ദൈവബന്ധി തകർന്നു. ദൈവബന്ധം എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റിന്റെ മൂത്താപ്പയാണ്. ലോകത്തെ ടെററിസ്റ്റുകളെ മുഴുവൻ ഉണ്ടാക്കിയത് ദൈവബന്ധ. വഹാബിസം മുഴുവൻ കൊണ്ട് ദൈവബന്ധ. വലിയ പലരെയും പറയാനാകാത്തത് കൊണ്ട് ഞാൻ പറയാത്തത്. എന്നാലും 2023 തന്നെയാണിത് പറയും. ഇൻഷാ അല്ലാഹ്.
2023 അവസാനിക്കുന്ന മുമ്പ് തന്നെ ചില സത്യങ്ങൾ ഞാൻ ഇനിയും പറയും. ഒരാൾക്ക് എതിർക്കാൻ കഴിയില്ല, അത്രയും വലിയ സത്യങ്ങൾ. നമ്മളിപ്പോൾ ചെയ്യേണ്ട എന്താ? നമ്മൾ ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു അസറുള്ള ഒരു പൗരാണിക ഉസ്താദുമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? കുഞ്ഞമൗലവി. അവരെ നേതൃത്വത്തിലെങ്കിലും ദർസ് ആരംഭിക്കണം. ആ ദർസ് മതി നമുക്ക്. കോളേജുകളെ ശുദ്ധീകരിക്കണം, പുനഃപരിശോധിക്കണം. നമ്മളെ കുട്ടികളെ മുഴുവനും, പല കുട്ടികളെയും കോളേജിൽ നിന്ന് ഇറങ്ങുന്നവര് നാശാക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മളെ ഞാൻ മൂത്തോ നീ മൂത്തോ എന്ന് പറഞ്ഞ ഉമ്മത്ത് നാശാവും. ഞങ്ങളെ കാല് പിടിച്ച് പറയാം, ഇത് വളരെ അപകടത്തിലേക്ക് നീങ്ങാണ്. നമ്മൾ ചെയ്യേണ്ടത് വലിയ വലിയ പഴക്കം ചെന്ന ശൈഖുനാ ശംസുൽ ഉലമ റഹ്മത്തുള്ളാഹിനെ പോലത്തെ മഹാന്മാരുടെ ശിഷ്യന്മാരാണ്. ശൈഖുനാ ശിഷ്യനാണ്, ശിഷ്യനാണ്. അവരൊക്കെ ആരാ? അവരൊക്കെ സുന്നത്യമായതിന് മാണിക്കല്ലുകൾ ഇതല്ലേ പറയാ? അതെ, അവരെ കൊണ്ട് നമ്മളെ അഖീദ നമ്മളെ കുട്ടികൾക്ക് ക്ലിയർ ആക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഷാഫികളായിരിക്കും, പക്ഷെ ആളാരായിരിക്കും? വഹാബിയായിരിക്കും. ഒഴുകാണ് കേരളത്തിൽ വഹാബികൾ. ഒരുപാട് തലക്കെട്ടൊരു വഹാബികളാണ്. ഒന്നും രണ്ടൊന്നല്ല, കുറെ ഉണ്ട്. അംഗീകൃത സമസ്തയുടെ അംഗീകൃത സ്ഥാപനങ്ങളിൽ വരെ വഹാബി ഉസ്താദ്മാർ നിലവിലുണ്ട്. അവര് വഹാബിയാവുന്നില്ല, നമുക്കൊരു വിരോധമില്ല. പക്ഷെ അവരവരുടെ അഖീദ പകരും ആരിലേക്ക്? അടുത്ത തലമുറയിലേക്ക് നശിക്കും. കാരണം ഇന്നലെ വരെ ഈ വിഷയം പഠിക്കുന്നവരെ സുന്നത്യമായത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ സ്ഥാപനമാണെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഏത്? അസ്ഹറിനെ, കറവീനെ, ജൈത്തൂനയെ. എന്നാൽ അതൊക്കെ നിലവിൽ വഹാബി സ്ഥാപനമാണ്. ഫണ്ടിങ്ങാരാ? സൗദിയ ഫണ്ട് കൊടുക്കുന്നത്. മനുഷ്യന്മാർക്ക് വേണ്ടത് എന്താ? ഫണ്ട് വേണം. അല്ല എന്താ വേണ്ടത്? പ്രത്യേകിച്ച് നിങ്ങളൊക്കെ കൂടെ തന്നെ ദുർബലതയാണ്. കാരണം വലിയ ഫണ്ട് വേണ്ടി വരും. ഫണ്ടിന് വേണ്ടി ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കേണ്ടി വരും. ഫണ്ടിന് വേണ്ടി ഒരു സ്ഥലത്ത്, ഒരു സ്ഥാപനത്തിൻ്റെ ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു മുതലാളിയുടെ അടുത്ത് പോയി. അപ്പോൾ മുതലാളി ഈ ഫണ്ടൊക്കെ കൊടുക്കും. പക്ഷെ മൂപ്പരിങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ച്, ഈ കുനൂത്തൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല, നിങ്ങൾക്ക് എന്താ മൗലിയരെ അതിനെപ്പറ്റി അഭിപ്രായം? അപ്പം മൗലിയർ പറഞ്ഞു, ഫീഹി കൗലാനി. അതിൽ മൗലിയർ ആരണ്യ സുന്നന്യാണ്. പക്ഷേ ഫീ കൗലും വാഹിദുൻ എന്ന് പറഞ്ഞാൽ പൈസ കിട്ടൂല. പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് പൈസ കൊടുക്കാൻ, തിന്നാൻ കൊടുക്കാൻ കഴിയൂല, ശമ്പളം കൊടുക്കാൻ കഴിയൂല. അപ്പൊ അയാള് നല്ല മനുഷ്യനായതുകൊണ്ട് അത്രേ പറഞ്ഞുള്ളൂ. ആവറേജ് സുന്നി ആയതുകൊണ്ട് അയാൾ എന്ത് പറഞ്ഞു? എന്റെ മൂല്യം നിങ്ങളെ പറ്റി, നിങ്ങൾക്ക് കുനൂത്തിനെ പറ്റി ആയി പറഞ്ഞു. ഫീ കൗലാനി, രണ്ടഭിപ്രായം ഉണ്ട്. രണ്ടഭിപ്രായം ഉണ്ടല്ലോ. അപ്പൊ മുതലാളിക്ക് മനസ്സിലായി ഇത് നമ്മക്ക് പറ്റിയൊരു സുന്നിയാണ്, കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്തു? ഫണ്ടും കൊടുത്തു. ഫണ്ടാണല്ലോ ആവശ്യം. ഇപ്പോൾ സമസ്ത നിലനിൽക്കുന്നത് 970 വരെ കാട്ടിയ തെർക്കുൽ മുവാലാത്തിന്റെ അതിശക്തി കൊണ്ട് മാത്രമാണ്. അതിന്റെ പിന്നീടും വന്ന ഉലമാക്കൾ അത് സ്ഥാപിച്ചു. ആ ഉലമാ മരിച്ചു പോയാൽ ഇനി കീഴിലുള്ള ആളുകൾ ഈ സ്ഥാനങ്ങളിലൊക്കെ ഫില്ല് ചെയ്യും. അവര് ഷാഫി എന്ന് പറഞ്ഞ് വഹാബി പ്രചരിപ്പിക്കും. ഞാൻ അവസാനിപ്പിക്കണം, ഒന്നും വിചാരിക്കരുത്. നേര് പറയാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ പണിയുള്ള കാല വലിയ വലിയ ഉസ്താദ്മാരെ കൊണ്ട് ദർസ് ആരംഭിക്കുക. അവർക്ക് കഴിയണത് മതി. ഷെറൗല്ലക്കാര് അസറിൽ അഫ്ഗാനി പഠിപ്പിച്ച എന്താണെന്നറിയോ? എന്താ? തിയോളജി, അഖീദ. മുഹമ്മദ് അബ്ദു എന്താ പഠിപ്പിച്ചേ? അഖീദ. റഷീദ് എന്താ പഠിപ്പിച്ചേ? അഖീദ. ഇന്ന് അസ്ഹറിൽ മുഹമ്മദ് അബ്ദിയുടെ 13 കിതാബ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലയോ ഒരു സമസ്തന്റെ കുട്ടികളെ കൊണ്ടിട്ട് വഹാബിയൊക്കെ കൊണ്ടിരിക്കും. അതിലൊന്നും മാമോദീസ മുക്കളല്ലോ, അതല്ലേ നല്ല. ഇന്ന് വഹാബി നേതാവായ മുഹമ്മദ് അബ്ദിയുടെ 13 ഗ്രന്ഥങ്ങൾ അസ്ഹറിന്റെ കരിക്കുലത്തിലുണ്ട്. ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ഇതിനൊക്കെ ഫൗണ്ടർമാർ? അഫ്ഗാനിയും അബ്ദയും റഷീദുല്ലയും. ആ റഷീദുല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മജല്ലത്താണ് എന്ത്? അൽമനാർ. അതുകൊണ്ട് ഇവിടെ കെ മൗലവി എന്ത് ചെയ്തു? കെ മൗലവി ഇവിടെ ആദ്യം ആരംഭിച്ചത് ഏതാ? അൽമനാർ. കെ മൗലവി, വക്കം മൗലവി, MCC മൗലവി, ഈ ത്രിമൂർത്തികൾ. അവിടെ 3 ത്രിമൂർത്തികൾ. ആര്? അഫ്ഗാനി, അബ്ദു, റിള. ഇവിടെയോ വക്കം മൗലവി, കെ മൗലവി, MCC മൗലവി. അവിടെ 3, ഇവിടെ 3.
യൂറോപ്പ്, ജീവിതം മുഴുവനും അഫ്ഗാനി പാരീസിലാണ്. എന്നെ ബാക്കി പറയാണ്ട് ഞങ്ങൾ മൂക്കി പൊത്തി ഓടും അയാളെ പറ്റിയൊക്കെ പറഞ്ഞാൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ മുറുകെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് സമസ്ത ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിൽ എല്ലാ എതിരാളികളെയും കൈകാര്യം ചെയ്യും, അതുറപ്പ്. അതിൽ നിരീശ്വരവാദികൾ വന്നാൽ നമ്മൾ കൈകാര്യം ചെയ്യും. അതിന് കൈകാര്യം ചെയ്യാൻ പറ്റിയ കുട്ടികൾ നമ്മളെ കൂട്ടത്തിലില്ലേ? ഉണ്ട്. സമസ്ത സമൃദ്ധമാണ്. കമ്മ്യൂണിസ്റ്റുകൾ മേക്കെട്ടെടുത്ത് കയറിയാൽ നാവ് കൊണ്ടും പേന കൊണ്ടും പ്രതിരോധിക്കാൻ നമ്മളെ കയ്യിൽ ആളില്ലേ? ഉണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് എന്തിനാ? വഹാബിയത്തിനെ പ്രതിരോധിക്കാൻ. ഇപ്പൊ ഇതൊരു മൈക്ക് സെറ്റ് വാടക എടുത്തോ അല്ലേ? അതെ, ഇതുകൊണ്ടൊരു ലാഭം ഉണ്ടല്ലോ അബ്ദുള്ളക്ക്, മൈക്കക്കാരനായ അബ്ദുള്ളക്ക് ഇതിന്റെ ലാഭമുണ്ട്. എന്ത്? ഒരു വാടക കിട്ടും. അത് ഇതിന്റെ ഒരു ഫലമാണ്. ഒരു വർക്കുമ്പോൾ ഒരുപാട് ഫലം ഉണ്ടാവും. പക്ഷെ ഈ ഫലം ഇതിന്റെ ബിദ്അത്ത് മഖ്സൂദല്ല. അബ്ദുള്ളക്ക് പൈസ ഇട്ടാൻ വേണ്ടിയാണോ ഞാനിവിടെ അണ്ണാക്ക് പൊട്ടിച്ച്? അല്ല, അതതിന്റെ ഒരു ഫലം തന്നെയാ. പക്ഷെ ഇതിന്റെ ലക്ഷ്യം എന്താ? ജനത്തെ ശുദ്ധീകരിക്കുക, സുന്നത്ത് ജമാഅത്തിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ നമ്മുടെ അടിത്തറയിൽ ഉറച്ചു നിൽക്കണം, വഹാബിയത്തിനെ മുഖ്യമായി പ്രതിരോധിക്കുകയും ചെയ്യണം. അതേ സമയത്ത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യത്തിനെയും നമ്മളെ നാവും പേനയുള്ള കാലത്തോളം വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് മേൽ വിഷയത്തിൽ ലിബറലിസം, എത്തിസം അടക്കമുള്ള വിഷയങ്ങളിൽ അതിൻ്റെ താരീഖ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ആഗോള വ്യവസ്ഥിതിയുടെ പിന്നിലുള്ള ദുർബലതകൾ, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് വളരെ പ്രബുദ്ധമായ ഒരു രചന ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ ഇതുവരെ ക്ഷമിച്ചിരുന്നുകൊണ്ട് നിങ്ങളോർക്ക് നന്ദി പറയുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, സമസ്തയുടെ കാലികമായ ഏറ്റവും വലിയ അതിൻ്റെ ജിഹ്വയാണ് നമ്മുടെ സുപ്രഭാതം എന്ന പത്രം. ആ ഒരു പത്രം എന്നത് ഒരു ആധുനികതയുടെ ഒരു എന്താ പറയുക, ഒരു ശാക്തീകരണമാണ്. ആധുനിക ശാക്തീകരണങ്ങളിലെ പ്രധാനപ്പെട്ട ശാക്തീകരണമാണ് പ്രസ് വഴി ഉണ്ടാകുന്ന ശാക്തീകരണം. അത് നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ ഒരു കെൽപ്പിനും കരുത്തിനും വലിയ അളവിലുണ്ടായിട്ടുണ്ട്. നമ്മൾ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് എന്ന് കേരളത്തിലെ ചില പത്രമാധ്യമങ്ങളിലേക്ക് മുശാവറയുടെ യോഗ തീരുമാനങ്ങൾ അയക്കുമ്പോൾ അതിൽ അക്ഷരത്തെറ്റുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചയച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കുപ്പമാന്തേണ്ടതില്ല. അങ്ങനെയുണ്ടായിട്ടുണ്ട്. അതേ സമയത്ത് നമുക്കൊരു പത്രമുണ്ടായപ്പോൾ മറ്റുള്ളവർ നമ്മെ അവഗണിക്കാൻ കഴിയാത്തൊരു ശക്തിയാണ് ഒരു ആധുനിക ലോകത്ത് എന്തിനും സമരവീര്യമുള്ള ഒരു ശക്തിയാണ് സമസ്ത എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പത്രം നാം തന്നെ പ്രചരിപ്പിക്കണം. അതിൻ്റെ ആളുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ക്യാമ്പയിനുകൾ എല്ലാവരും സഹകരിക്കണം. ഇതൊക്കെ പരസ്പരം ഒരു ശുദ്ധീകരണത്തിൻ്റെ ഒരു സമയമായി മനസ്സിലാക്കിയിട്ട് ആരെയും ഒഴിവാക്കാതെ ശുദ്ധീകരിക്കാൻ എന്താണ് വഴി എന്നാലോചിച്ച് വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ടെക്സ്റ്റ് ഡോസ് എന്ന നിലയിൽ മാത്രമാണ് ഈ പ്രഭാഷണം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വലിയ ചർച്ചകൾ പിന്നീട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അല്ലാഹു നല്ലത് പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് പകരം നാം മാത്രം, മലബാറിലെ സുന്നത്ത് ജമാഅത്തിന് പകരമായൊരു പ്രസ്ഥാനം ലോകത്തൊരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ന്യൂ ട്രഡീഷണൽ സുന്നികൾ അത് തകർക്കാനുള്ള ശ്രമത്തിലാണ്, കരുതിയിരിക്കണം എന്ന് ഉലമാഇനോട് വളരെ താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർ സമസ്തയുടെ കൂടെ നിൽക്കണം. സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജുഫ്രി മുത്തുക്കോയത്തങ്ങളും ജനറൽ സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാരും ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാരുമാണ്. അവരാണ് നമ്മുടെ നേതാക്കൾ, അവരാണ് നമ്മുടെ അവസാന വാക്ക്. അതോടുകൂടെ തന്നെ എല്ലാ നന്മകളോടും സഹകരിക്കണം എന്നും അപേക്ഷിച്ചുകൊണ്ട് അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.